മരണപ്പെട്ടുപോയ അതുല്യ കലാകാരനും മിമിക്രി താരവുമായിരുന്ന കൊല്ലം സുധിയുടെ മകനാണ് രാഹുൽ ദാസ്. കൊല്ലം സുധിയുടെ മൂത്ത മകനായതുകൊണ്ട് തന്നെ രാഹുലിന്റെ വിവരങ്ങളൊക്കെ തന്നെയും മലയാളി പ്രേക്ഷകർ അന്വേഷിക്കാറുണ്ട്. 2 ദിവസം മുൻപാണ് തന്റെ അച്ഛന്റെ മരണത്തിന് ശേഷം തനിക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ടൊരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കിച്ചു എത്തിയത്. രാഹുൽ ദാസ് എന്ന് വിളിക്കുന്ന കിച്ചു സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യം തന്നെയാണ്. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പങ്കുവെച്ചുകൊണ്ട് രാഹുൽ എത്തിയത്. രാഹുൽ ദാസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എന്റെ അച്ഛന്റെ മരണത്തിന് ശേഷം ഞാൻ ഒരുപാട് ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ലഹരിക്ക് വരെ അടിമപ്പെട്ടുപോയി. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന സമയത്ത് എൻ്റെ അമ്മമാരായിരുന്ന പലർക്കും അച്ഛനോടൊപ്പം ഞാൻ നിൽക്കുന്നത് ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്തിനേറെ പറയണം, ഈ പറയുന്ന രേണു സുധിക്ക് പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നുള്ള വെളിപ്പെടുത്തലുകളായിരുന്നു കിച്ചു സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തുവിട്ടത്. തൊട്ടു പിന്നാലെ നിരവധി പേരാണ് രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടും രംഗത്തെത്തിയത്. ഒടുവിൽ ഇപ്പോഴിതാ രാഹുൽ ദാസ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുത്തൻ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. തനിക്കെതിരെ വരുന്ന വിമർശനങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈ പുത്തൻ വീഡിയോയുമായി എത്തിയത്. വീഡിയോയിലൂടെ താരം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു: പലരും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. ഞാൻ ലഹരിക്ക് അടിമപ്പെട്ടിരുന്നുവെന്ന് നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെയുള്ള ഞാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള വിമർശനങ്ങളിലൊന്നും പതറില്ല എന്ന് തന്നെയായിരുന്നു രാഹുൽ ദാസ് വ്യക്തമാക്കിയത്. മാത്രമല്ല, തന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും രാഹുൽ തുറന്നു പറഞ്ഞു. രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാൻ ഒരു സമയത്ത് വല്ലാതെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് അച്ഛൻ മരണപ്പെട്ട ആദ്യ ദിവസങ്ങളിൽ. എന്നാൽ പിന്നീട് എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കുടുംബക്കാരും ഒക്കെ ചേർന്ന് എന്നെ ജീവിതത്തിലേക്ക് വീണ്ടും തിരികെ കൈ പിടിച്ചുയർത്തി. അവിടെ മുതൽ ഞാൻ സന്തോഷത്തിൽ തന്നെയാണ്. ഇന്ന് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളും കുടുംബക്കാരും ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പഴയതുപോലെ ഇപ്പോൾ വീണ്ടും സന്തോഷിച്ചു തുടങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല, എനിക്ക് വിദ്യാഭ്യാസത്തിനുള്ള ഒരു സാഹചര്യം വരെ ഒരുക്കി തന്നു. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളുമായി ഞാനും തിരക്കിലാണ്. എന്തായാലും ജീവിതത്തിൽ ഇപ്പോൾ ഒരർത്ഥമൊക്കെയുണ്ട്. ലഹരിയൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഞാൻ മനസ്സമാധാനത്തോടെ ജീവിക്കുകയാണ്. എൻ്റെ അനിയനെ കാണാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടെ ഒക്കെ പോകാറുണ്ട്. ഋതപ്പൻ എൻ്റെ ജീവനാണ് എന്നായിരുന്നു രാഹുൽ ദാസ് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്നെ വ്യക്തമാക്കിയത്. ഇപ്പോൾ താൻ സന്തോഷമായി തന്നെ ജീവിക്കുകയാണെന്നും ഇനി ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നും കൂടെ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ദാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിരവധി പേരാണ് രാഹുലിന് ആശംസകൾ അറിയിച്ചും എത്തിയത്.